ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വചന ശുശ്രൂഷയിൽ സമീപത്തും ദൂരത്തുമായി സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളുമേ തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഈ ആലയത്തിലായിരിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നമുക്ക് ലഭ്യമായതിനൊക്കെയും കൃതജ്ഞത അർപ്പിക്കുവാനുമുള്ള അവസരമായി നമുക്കിതിനെ വിനിയോഗിക്കാം. ലോകത്തിൽ ഒരുപാട് സ്വരങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ കേൾക്കേണ്ട സ്വരം പലപ്പോഴും ശബ്ദം കുറഞ്ഞുള്ളതാണ്. കേൾക്കേണ്ടാത്ത സ്വരം ഉയർന്നു നിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ലോകത്തിൽ പലപ്പോഴും നിശബ്ദത പാലിച്ച കർത്താവിനോട് ചേർന്ന് ആത്മീകമായ ശക്തിയിൽ ഉയരുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരണം. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരുമല സെമിനാരിയിൽ വളരെ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി നടത്തപ്പെട്ടു. ആ പെരുന്നാളിൻ്റെ ഡേറ്റ് ഇന്ന് പൂർത്തിയാകുന്നുവെങ്കിലും ആ പെരുന്നാളിൻ്റെ സ്മരണകളും അനുരണനങ്ങളും അതിങ്ങനെ എല്ലായിടത്തും പരന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെയിൻ റിയാക്ഷൻ പ്രോസസ്സ് പോലെ ഒരു പടക്കം പൊട്ടി അല്ലെങ്കിൽ ബൊംബാർഡിങ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് പോലെ അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുണ്യവാനായ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം തേടുന്നവർ മലയാളികൾ മാത്രമല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, വിവിധ ജാതിക്കാരും ദേശക്കാരും നാട്ടുകാരുമൊക്കെ അതിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടതയിൽ വിപത്തിൽ ഭക്തിയുള്ളവരാകുക എന്ന പുണ്യവാനായ പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമാണ്. വിപത്തിൽ ഭക്തിയുള്ളവരാകുക. വിപത്ത്, കഷ്ടത, നിരാശ, നൊമ്പരങ്ങൾ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മളുടെ ഭക്തി നഷ്ടപ്പെടും, ആത്മീയത ഇല്ലാതാകും. അത്തരം സാഹചര്യങ്ങളിൽ ദൈവികമായ അംശങ്ങൾ നിർജീവമായി പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. പക്ഷേ പരുമല തിരുമേനി പഠിപ്പിച്ചിട്ടുള്ള വിപത്തിൽ ഭക്തിയാൽ നിറയുക, ആ ഭക്തിയാണ് പൂർണ്ണതയെന്ന് പറയുന്നത്. സന്തോഷത്തിൻ്റെ നടുവിലെ ഭക്തിയും ആത്മീയതയും അതൊരു ടെമ്പറൽ ഹാപ്പിനെസ്സാണ്. അതിനൊരു പ്രത്യേകമായ നിയന്ത്രണമുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം. അതുകൊണ്ടാണ് നമ്മൾ സൂത്താറയ്ക്ക് പാടുന്നത്, തീരണമേ ഞാൻ നിന്നുടെ കിന്നരമായി. ദൈവത്തിൻ്റെ കിന്നരമായി അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായി നിങ്ങൾ ഞാനുമായി തീരുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മനോഹരമായ അനുഗ്രഹീതമായ ചിന്താഗതിയിൽ നിന്ന്, ആശയത്തിൽ നിന്ന് രൂപപ്പെട്ട 10 കമ്പിയുള്ള കിന്നരമ നിങ്ങളും ഞാനുമൊക്കെ. മനോഹരമായ ദൈവം നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധനായ പിതാക്കന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവം തമ്പുരാൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചു. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ, കരയിലും കടലിലും ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ അവൻ്റെ ആജ്ഞയാൽ ഓരോരോ സൃഷ്ടികളും ഉണ്ടാകുകയായിരുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയമായപ്പോൾ ദൈവം ഇറങ്ങി ഭൂമിയിലേക്ക് വന്ന് മണ്ണ് കുഴച്ച് മനുഷ്യരൂപം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി അതിൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിക്കയറ്റുകയാണ്. പിതാക്കന്മാരതിന് ഒരു ഹൈ പ്രൊഫൈലുള്ള തിയോളജിക്കൽ ഔട്ട്ലുക്ക് മാത്രമല്ല നൽകുന്നത്. ദൈവമല്ലയോ, ദൈവത്തിന് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും, അവൻ നോക്കി രൂപപ്പെടുത്തും, പറഞ്ഞു രൂപപ്പെടുത്തും, അവൻ്റെ ആലോചനയിൽ രൂപപ്പെടുത്തും. പക്ഷെ ഇതൊന്നുമല്ല. മനുഷ്യ സൃഷ്ടിയുടെ കാര്യം വരുമ്പോൾ അവൻ ഇറങ്ങി വരികയായിരുന്നു. ഇറങ്ങി മനുഷ്യരൂപത്തിലേക്ക് നമ്മുടെ ഛായയിലുള്ള ആ ദൈവം ഇറങ്ങി വന്ന് മണ്ണ് കുഴയ്ക്കുകയാണ്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കൈകൊണ്ട് മണ്ണ് കുഴയ്ക്കുക എന്ന് വെച്ചാൽ അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാകട്ടോ. ഈ പരിശുദ്ധന്മാരുടെയും സനാതന നന്മയുള്ളവരുടെയും ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാ. ദൈവം ഇറങ്ങി വന്ന് ചെളി കൈകളിലെടുത്ത്
മനുഷ്യരൂപം സ്വന്തം സാദൃശ്യത്തിലുണ്ടാക്കുകയാണ്. ദൂതന്മാരുടെ രൂപത്തിലല്ല, 6 ചിറകുള്ള ദൂതന്മാരുടെ രൂപത്തിലുണ്ടാകാതെ തൻ്റേതായ സാദൃശ്യത്തിലുണ്ടാക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയോ, കൈകളിൽ ചെളിയെടുക്കുന്ന ദൈവം, മണ്ണിലിറങ്ങിയിരിക്കുന്ന ദൈവം, എന്നിട്ടും മനുഷ്യൻ്റെ രൂപത്തെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ആ മൂക്കിലേക്ക് ജീവശ്വാസം ഊതുന്ന ദൈവം. അതായത് മൂക്കിലേക്ക് ജീവശ്വാസം ഊതുക എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കണം, നേരെ നിന്നിട്ട് വെറുതെ ഊതിക്കയറ്റുകയല്ല. കറക്റ്റാ ആന്ത്രോപ്പോമോർഫിക് മനുഷ്യാത്മകമായൊരു ചിത്രം. അവൻ ഇറങ്ങി മുട്ടുകുത്തി, മനുഷ്യരൂപത്തിൻ്റെ മുൻപിലേക്ക് മുട്ടുകുത്തി, തൻ്റെ മുഖം ചായച്ച്, ചുണ്ട് ചായച്ച് മനുഷ്യൻ്റെ മൂക്കിലേക്ക് എത്തിച്ച് അവിടേക്ക് ശ്വാസം ഊതിക്കയറ്റുകയാണ്. അത് വെറുതെ ഒരു കളിപ്പിക്കാനുള്ള ശ്വാസമല്ല, അവൻ്റെ ചങ്കിലെ ചോര കൊണ്ട് രൂപപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിൻ്റെ ഭൗതിക ക്രൂസിഫിക്ഷൻ, ക്രൂശും മരണത്തിന് മുൻപുള്ള ഒരു വലിയ നൊമ്പരത്തിൻ്റേതും മരണത്തിൻ്റേതുമായ ഒരു അനുഭവമാണ്. തൻ്റെ ജീവനെ മനുഷ്യരൂപിയിലേക്ക് ഊതിക്കയറ്റുകയാണ്, ഹൃദയം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ വായിക്കുന്നത്, മനുഷ്യൻ്റെ ആത്മാവ് വേർപെടുന്നതിനെക്കുറിച്ച് പറയുന്നത് ദേഹത്തിൽ നിന്ന് വേർപെടുന്ന ഒരനുഭവം. അപ്പം ദൈവം തമ്പുരാൻ തൻ്റെ ശ്വാസം മനുഷ്യരിലേക്ക് ഊതിക്കയറ്റുക എന്ന് പറഞ്ഞാൽ ചങ്ക് പറഞ്ഞുള്ള ഒരു ഊത്താ ഊതിയത്, തൻ്റെ ജീവനെ പകുത്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവൻ നൽകണം, ജീവൻ കൊടുക്കണമെന്നൊക്കെ പറയാൻ എളുപ്പമാകട്ടോ, പക്ഷേ അതിനെ പകുത്തു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ നൊമ്പരാത്മകമായ യാഥാർത്ഥ്യമാണ്, വേദനാജനകമായൊരു അനുഭവമാണ്. അങ്ങനെ ദൈവം തമ്പുരാൻ മനുഷ്യൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി തൻ്റെ ജീവൻ പകുത്തു കൊടുത്ത് അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. അപ്പോൾ ആ ജീവനുള്ള ദേഹിയാക്കി തീർക്കുക എന്ന് വെച്ചാൽ അവനെ വിശുദ്ധിയുള്ളവനാക്കി തീർക്കുകയാണ്, നന്മയുള്ളവനാക്കി തീർക്കുകയാണ്. ഒരു പരിപൂർണതയുടെ അനുഭവത്തിലേക്ക് ദൈവം തമ്പുരാൻ മനുഷ്യനെ മനനം ചെയ്യുന്നവനാക്കി മാറ്റപ്പെടുത്തുകയാണ്. നമ്മൾ തന്നെ ആലോചിച്ചോണം, സുറിയാനി പിതാക്കന്മാർ പറയുന്നത്, തൻ്റെ കൈപ്പണിയായ ആദാം ഏദൻ തോട്ടത്തിലൂടെ നടന്നപ്പോൾ ദൈവം തമ്പുരാൻ അത് നോക്കിയിരുന്ന് സന്തോഷിച്ചു. തൻ കൈപ്പണിയാ ആദത്തെ ദൈവം കണ്ട് സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. എന്തോ ഒരു ഹൃദയം നിറഞ്ഞ സന്തോഷമാണ്. തൻ്റെ രൂപത്തിൽ മാലാകമാർക്ക് പോലും താൻ തൻ്റെ രൂപം കൊടുത്തില്ല, പക്ഷേ മനുഷ്യൻ അത് കൊടുത്തു. ആ ദൈവം എത്ര വലിയവനാ! ആ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം നടന്ന, ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഓടിയെടുത്ത ആദാമിൻ്റെയും ഹൗവായുടെയും ആ വിശുദ്ധ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് വിളി ലഭിച്ചവരാ നിങ്ങൾ ഞാനുമൊക്കെ. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ ചരിത്രം എന്ന് പറയുന്നത് അതാണ്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു പരിശുദ്ധനെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ, ഒരു ശുദ്ധിമതിയെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ അവരെ ദൈവതുല്യരാക്കുക എന്നുള്ളതല്ല അർത്ഥം. അവർ ദൈവവുമല്ല, ദൈവതുല്യരുമല്ല, ദൈവത്തെപ്പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുമല്ല. നിങ്ങൾ ഞാനുമൊക്കെ ചിന്തിക്കണം, പരിശുദ്ധ കന്യക മർദ്ധമറിയാം, പരിശുദ്ധ പരുമല തിരുമേനി, ഗീവർഗീസ് സഹദ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് കൈകൾ പൊക്കി അനുഗ്രഹിക്കുന്ന ആ ഒരു വിശുദ്ധ സങ്കല്പമല്ല സുറിയാനി ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലുള്ളത്. വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ മുട്ടുകുത്തിയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ജനക്കൂട്ടത്തെ അനുഗ്രഹിക്കുന്ന, അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ആ ആത്മീക മനുഷ്യരുടെ, ആ ആത്മീക പിതാക്കളുടെ ആ ഒരു വഴുത്താരെയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവിൻ്റെ സുവിശേഷത്തിൽ പാരമിടറാത്ത പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടാകുന്ന ആ സുവിശേഷ വഴിയിൽ ഉറച്ച് യാത്ര ചെയ്യുന്ന ആ വിശുദ്ധിയുടെ സങ്കല്പമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വിശുദ്ധന്മാരും ശുദ്ധിമതികളും പകർന്നു നൽകുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ഒരു നിമിഷം പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ താല്പര്യമില്ലാതെ അവൻ്റെ ആ സ്വർഗീയമായ സൗഭാഗ്യം, അമൃതതുല്യമായ അനുഭവം ഉൾക്കൊള്ളുന്ന വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും നിങ്ങളും ഞാനും ഒക്കെ ഓർക്കുമ്പോഴും അനുസ്മരിക്കുമ്പോഴും നമ്മുടെ ജീവിതം സന്തോഷകരമായി തീരും. ഇന്നത്തെ സന്ധ്യയിലും പ്രത്യേകിച്ച് യക്ബോ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാട്ടും. പ്രമ്യോൻ സദറായ്ക്ക് മുൻപുള്ള പാട്ട് എന്താണ് പരിശുദ്ധ സഭ ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്നത്, അതെന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാതാവിൻ്റെ മധ്യസ്ഥതയോടെ സൂചിപ്പിച്ചുകൊണ്ട് പാടുന്നു, അല്ലയോ അമ്മേ
ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങളോടൊപ്പം നീ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണം. നൃപപതി സവിധം. അതായത് മധ്യസ്ഥൻ എന്ന് പറയുന്നത് ദ ഇൻ്റർമീഡിയേറ്റർ, ഏക മധ്യസ്ഥൻ കർത്താവ് മാത്രമാ. തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ മാത്രമേ നമ്മുടെ സഭയും പാരമ്പര്യവും എന്നും പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ലയോ അമ്മേ, അല്ലയോ ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, നിങ്ങളോട് ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി നിങ്ങളും നൃപപതിയുടെ സവിധത്തിൽ, അതായത് രാജാതി രാജാവും കർത്താതി കർത്താവും ഏക മധ്യസ്ഥനുമായ തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം നിങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ തന്നെ ഈ സന്ധ്യയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പരിശുദ്ധ പരുമല പുണ്യവാളൻ എന്നോടും നിങ്ങളോടും ചേർന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി വലിയൊരു മധ്യസ്ഥനാകുകയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധന്മാരുടെ കുക്ലിയോൻ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വരിയുണ്ട്. പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർ ഗ്രിഗോറിയോസ്, പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നിന്നുകൊണ്ട് രോഗം മാറ്റാനോ ദുഃഖം മാറ്റാനോ പ്രയാസം മാറ്റാനോ മാത്രം പറയുന്ന ആത്മീയതയല്ല. അദ്ദേഹത്തിൻ്റെ ഇമ്പമെഴുന്ന പാട്ടിൽ ശ്രദ്ധിക്കുന്ന ജനത്തെ മോശ ജനത്തെ തൃക്കൈ നീട്ടി വാഴ്ത്തിയതുപോലെ വാഴ്ത്തണമെന്നാണ് പറയുന്നത്, മധ്യസ്ഥത യാചിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ആഴമേറിയ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഇമ്പമെഴുന്ന പാട്ടെന്ന് പറയുന്നത് അദ്ദേഹം എല്ലാവിധമായ സംഗീത ഉപകരണങ്ങളോടുകൂടിയോ അഷ്ടരാഗങ്ങളിലോ അതിസുന്ദരമായോ ഈണത്തോടു കൂടിയോ ഒന്നും പാട്ട് പാടിയെന്നൊന്നുമല്ല അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഇമ്പമെഴുന്ന ഗാനമെന്ന് പറയുന്നത് വിശുദ്ധിയുടെ പൂർണ്ണതയാണ്, ജീവിതചര്യകളാണ്, പ്രാർത്ഥനയുടെ സമർപ്പണമാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്. നിങ്ങളും ഞാനും ശ്രദ്ധിക്കേണ്ടത് അതാ. അല്ലാതെ ഒരു കൊച്ചു തലവേദന വരുമ്പോഴത്തേക്ക്, വീട്ടിലെ ഒരു കുടുംബ പ്രശ്നം വരുമ്പോൾ ഇപ്പം ഇത് മാറ്റിത്തന്നാൽ ഞാൻ 1000 രൂപ നേർച്ചയിടാമെന്ന് പറയുന്ന കപടഭക്തിയല്ല, താൽക്കാലിക ഭക്തിയോ അല്പഭക്തിയോ അല്ല നമുക്ക് വേണ്ടത്. വിപത്തിൽ ഭക്തിയുള്ളവനാകണമെന്ന് പറഞ്ഞ ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുക എന്ന് വെച്ചാൽ ആ ഇമ്പമെഴുന്ന പാട്ടിനെ ശ്രദ്ധിക്കാൻ താല്പര്യം നമ്മൾക്കുണ്ടാകണം. ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ആത്മീക ശക്തി, ആത്മീകമായ ചോദന അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കണം. ഈ സന്ധ്യയിൽ ആമുഖമായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു വലിയ കാര്യം ഇതാ. ഓരോ പരിശുദ്ധന്മാരും ഓരോ ശുദ്ധിമതികളുടെയും ജീവിതം കാണുമ്പോൾ, പരുമല ഖബറിങ്കൽ ചെല്ലുമ്പോൾ, ഈ ജനക്പുരിയുടെ വകയിലെ തിരുശേഷിപ്പിടത്തിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും ഹൃദയംഗമായിട്ട് ചിന്തിക്കണം. നമ്മളുടെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ മറക്കണം. ഇപ്രകാരം ഒരു പരിശുദ്ധനെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി തന്ന വലിയ ദൈവത്തെ സ്തുതിക്കണം. അവൻ്റെ സന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ള മാതാവിനെ പോലെ ഇവർക്കൊക്കെ അപേക്ഷാ സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത് അവിടെ ചെല്ലുമ്പോൾ ചിന്തിക്കണം, മധ്യസ്ഥത യാചിക്കുമ്പോൾ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, ചെറുപ്പത്തിൽ തന്നെ നൊമ്പരങ്ങളും വേദനകളും രോഗത്തിൻ്റെ കാഠിന്യങ്ങളും ഉണ്ടായിട്ട് പോലും അതൊക്കെ വിസ്മരിച്ച് എങ്ങനെ ഈ പിതാവിന് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിച്ചു? അദ്ദേഹത്തിൻ്റെ മരണസമയം പോലും നമുക്കറിയാം. അവസാനത്തെ 3 ദിവസം അതിവേദനയുടെ സമയങ്ങളാണ്, ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. ദൈവമേ, ദിവസം ചോദിച്ചു കഴിഞ്ഞിട്ട് ഇനി 3 ദിവസം കൂടെ ഞാൻ ഈ നൊമ്പരം സഹിക്കണം. എന്നാലും പിതാവിനെക്കുറിച്ച് പറയുന്നത് എൻ കർത്താവേ എന്ന് വിളിച്ച ആബൂന്മാർ ഗ്രിഗോറിയോസ് എന്നാ. നമ്മൾ ആലോചിച്ചോണം, ഒരു കൊച്ചു ചെവിവേദന വന്നാൽ അയ്യോ പത്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ നിങ്ങളും ഞാനും. എന്നാൽ പരുമല തിരുമേനി ആ സമയത്ത് പോലും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. ദൈവമേ, എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു? ആ പ്രാർത്ഥനാനുഭവം എന്നെ ഒന്ന് പഠിപ്പിക്കണം. ആ ഖബറിങ്കിലും തിരുശേഷിപ്പിടത്തിൽ നിൽക്കുമ്പോൾ സാധിക്കണം. വലിയവനായ ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഏകമധ്യസ്ഥനായ കർത്താവിനെ ഓർത്തുകൊണ്ട് അവന് വേണ്ടി ജീവൻ വെച്ച എല്ലാ പുണ്യവാന്മാരുടെയും അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും വെളിച്ചമാകണം. പരുമല പുണ്യവാളൻ്റെ ജീവിതത്തിലെ 1-2 ചരിത്ര സംഭവങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ആകർഷിക്കുകയാണ്.
പരുമല തിരുമേനി ഡയറി കുറിപ്പുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവിത അനുഭവങ്ങൾ ഓരോന്നും അദ്ദേഹം കോറിയിട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പമുള്ള ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പങ്കുവെച്ചതുണ്ട്. പരുമല തിരുമേനി ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ടതുണ്ട്. അതിലെ ഒരു ചെറിയ ഏട് 1896 നവംബർ മാസം 24 പരുമല തിരുമേനി ഡേറ്റ് ഇട്ട് എഴുതിയേക്കുന്ന ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം അഴിപ്പുര നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അഴിപ്പുര എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു സേഫായിട്ടുള്ള സ്ഥാനമാണ്. പഴയകാലത്ത് പരുമല പാലമില്ല, ആ റോഡൊക്കെ താണു കിടക്കുകയാണ്, ആറ്റുനിരപ്പിനോട് താണു കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം. അപ്പോൾ എപ്പോഴും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ വളരെ പെട്ടെന്ന് അവിടെ കയറി വരും. ഇഴജാതികൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പരുമല തിരുമേനിയും ശിഷ്യന്മാരുമൊക്കെ അവിടെ താമസിച്ചിരുന്നത്. ഇന്നത്തെ പോലെ ഒരു ഡെക്കറേറ്റഡ് അഴിപ്പുഴയല്ല. പഴയ രീതിയിൽ പണി കഴിപ്പിച്ച, സൗകര്യങ്ങൾ തുലവും കുറവുള്ള, ഇലക്ട്രിക് ബൾബുകളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം. ഒരു ഫാനാകട്ടെ, ഒരു ലൈറ്റാകട്ടെ, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പരുമല തിരുമേനി 1896 നവംബർ മാസം 24 വൈകുന്നേരം കിടക്കുന്നതിന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പ്. അദ്ദേഹം ഡയറി കുറിപ്പുകളൊക്കെ എഴുതുന്ന സമയമാണ്. അതിലെഴുതി വച്ചിട്ടുള്ള വരികൾ ഇപ്രകാരമാണ്: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഒരു ശബ്ദം കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കി. ഒരു കറുത്ത പാമ്പ് വാരിയിലൂടെ ഇഴഞ്ഞു പോകുന്നു. ഒരു കറുത്ത പാമ്പ് വാരിയിലൂടെ ഇഴഞ്ഞു പോകുന്നു. എന്തോ വിഷപ്പാമ്പാണെന്ന് തോന്നുന്നു. ശമ്മാസന്മാരും കുശിനിക്കാരുമൊക്കെ ഇന്നൊത്തിരി ജോലി ചെയ്ത് തളർന്ന് അവശരായതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല. ഈ പാമ്പ് ഇറങ്ങി വന്നെന്നെ ദംശിച്ചാൽ അതും ഞാൻ ഭയക്കുന്നില്ല. എൻ്റെ തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നിലുള്ളതിനാൽ ആ തിരുശരീര രക്തങ്ങൾക്കതിനെ പൊറുപ്പിക്കുവാനും അതിജീവിപ്പിക്കുവാനും ശക്തിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവമേ, സമാധാനപരമായ ഉറക്കം തന്നാലും. ഡയറി കുറിപ്പിൽ അത്രയുമേ ഉള്ളൂ. തിരുമേനി തൻ്റെ കിടക്കയിലേക്ക് കിടക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നാണെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു ബെഡ് സ്വിച്ച് ഉണ്ടെങ്കിൽ തൽക്കാലം അത് ഓഫാക്കാതിരിക്കാം, അല്ലെങ്കിൽ മുറി മാറിക്കിടക്കാം. ആധുനിക കാലത്ത് ഒരു പാറ്റായെയോ പല്ലിയെയോ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ദിനോസറിനെ കാണുന്നതിനേക്കാളും പേടിച്ചലയ്ക്കുന്ന ഒരു ലോകമാണ്. ഒരു കൊച്ചു ചെലന്തി നമ്മുടെ കിടക്കയിലോ മുറിയിലോ ഉണ്ടെങ്കിൽ അതിനെ ഓടിച്ചു വിടാതെ തല്ലിക്കൊല്ലാതെ നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ്, സാഹചര്യത്തിലാണ് നമ്മൾ പരുമല പുണ്യവാളൻ്റെ ആത്മീയത ചിന്തിക്കേണ്ടത്. അദ്ദേഹം കിടക്കയിലോട്ട് കിടക്കുക. നമ്മൾ തന്നെ ഒന്ന് ധ്യാനിച്ച് നോക്കണം. അന്നുണ്ടായിരുന്ന മേശവിളക്ക് വല്ലതും കാണും. അതിൻ്റെ തിരികെടുത്തിയതിന് ശേഷം തിരുമേനി കിടക്കയെ കിടക്കുമ്പോൾ ആ നോട്ടം പോകുന്നതും വാരിയിലോട്ടായിരിക്കും. അതും കറുപ്പിൽ കറുത്ത പാമ്പ് എങ്ങോട്ട് പോയി എവിടോട്ട് പോയെന്നറിയാൻ പറ്റത്തില്ല. പാമ്പുകളുടെ പ്രത്യേകത നമുക്കറിയാം. അത് നിമിഷങ്ങൾക്കുള്ളിലാണ് മിന്നി മറയുന്നത്, എങ്ങോട്ട് പോകുന്നതെന്നറിയത്തില്ല. പക്ഷേ പുണ്യവാനായ തിരുമേനി പ്രാർത്ഥിച്ച് കണ്ണടച്ച് ദൈവത്തെ വിളിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. ആ പാമ്പ് എവിടെ പോയെന്നോ എങ്ങോട്ട് പോയെന്നോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും സുഖകരമായ ഉറക്കം തന്നാലുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനത്തോടെ അദ്ദേഹം കിടന്നുറങ്ങി. അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ വാരിയിലൂടെ എഴയുന്ന പാമ്പിനെയല്ല കണ്ടത്. അതിൻ്റെ അപ്പുറത്ത് തനിക്ക് ജീവൻ്റെ ഔഷധവുമായി, ഗിലെയാദിലെ ആത്മതൈലവുമായി, സുഗന്ധദ്രവ്യവുമായി നിൽക്കുന്ന വലിയവനായ ദൈവത്തെയാണ് പരുമല തിരുമേനി കണ്ടത്. നമ്മളുടെയൊക്കെ ജീവിതത്തിലും എൻ്റെ പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ളൊക്കെ ഉള്ള അനുഭവമുണ്ട്. പരുമല തിരുമേനി ആ പറഞ്ഞ വാചകം ഓർത്തോണം: എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നിലുള്ളത് കൊണ്ട് അതിനെ അതിജീവിപ്പാൻ ഞാൻ ശക്തനാകും. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും
എന്നിലും നിങ്ങളിലുമൊക്കെ അന്തർലീനമായിട്ട് രക്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതൊരു വലിയ മെഡിസിനാണ്. ഈ ലോകത്തിൽ നിങ്ങളും ഞാനുമൊക്കെ ആലോചിച്ച് നോക്കിക്കൊള്ളണം കേട്ടോ. ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ബുദ്ധിക്കുചിതമായ ഉപയുക്തമായ സംഗതികൾ നമ്മൾ കൂടുതലായിട്ട് നേടിയതുകൊണ്ടോ ഒന്നും ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിൻ തിരുമയും രക്തവും ഏറ്റ എന്മേൽ കരുണ തോന്നണം. നിത്യമായി ജീവിക്കുവാൻ തക്കവണ്ണം, ആത്മീകമായി ജീവിക്കുവാൻ തക്കവണ്ണം അതൊക്കെ ഒരു വലിയ പ്രേരണയാണ്. പരിമല തിരുമേനിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും നമ്മൾ കടന്നു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ ചെറുപ്പത്തിലെ 2ാമത്തെ വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട ഒരു പൈതല. തൻ്റെ മൂത്ത സഹോദരി മറിയം, അവരോടൊപ്പം കുറിഞ്ഞി പാലാൽ എന്ന തറവാട്ടിൽ കെട്ടിച്ചുവിട്ട ആ സഹോദരിയോടൊപ്പമാണ് പുണ്യവാളൻ ജീവിച്ചു വന്നത്. ആ മറിയത്തിനും പരിമല തിരുമേനിയുടെ അതേ പ്രായമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നു വന്നത്. സഹോദരിയുടെ മുലപ്പാൽ കുടിച്ച് അവരുടെ മകനോടൊപ്പം വളർന്നു വന്ന പരിമല തിരുമേനി. പരിമല തിരുമേനിയുടെ ഖബറടക്കത്തോട് ബന്ധപ്പെട്ട് ഒരു സംഭവം ഉള്ളത്, 1902 നവംബർ 2 തിരുമേനി കാലം ചെയ്തു. അപ്പോൾ അതിനു മുൻപുള്ള ദിവസങ്ങളിലൊക്കെ കുടുംബത്തിലെ സഹോദരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പരിമല തിരുമേനിയുടെ മൂത്ത സഹോദരി മറിയാം അവിടെയുണ്ട്. നമ്മളൊക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ ഓർത്തോണം, ആ പുണ്യവാളൻ പൊതുവിൻ്റെ മധ്യസ്ഥന, സൗന്ദര്യശ്രേഷ്ഠന, മലങ്കരയുടെ മുത്ത. പക്ഷേ അതോടൊപ്പം ആ സഹോദരിയുടെ കണ്ണുനീര് വീണ ചില ചിത്രങ്ങൾ ചരിത്രകാരന്മാർ, പഴയകാല പിതാക്കന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പരിമല തിരുമേനിയുടെ ഖബറടക്ക സമയത്ത് പുലിക്കോട്ടിലെ 2ാമൻ തിരുമേനി, അന്ന് മലങ്കര മെത്രാപ്പൊലീത്ത, ആ മൃതശരീരം കാണാൻ പോലുമുള്ള ശക്തിയില്ലാതെ പലപ്പോഴും മാറിപ്പോകുകയായിരുന്നു. കല്ലാശ്ശേരി ബാവ അന്ന് പുന്നൂസ് റംബാച്ചന, അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നു. മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് തിരുമേനിയ ആ ശുശ്രൂഷകളൊക്കെ ആദ്യന്തം നിന്ന് ചെയ്തത്. മറിയത്തിൻ്റെ സാക്ഷ്യം പറയുന്നത് കണ്ണുനീരോടും വിലാപത്തോടും കൂടി. കാരണം തൻ്റെ അടക്കത്തിന് തൻ്റെ സഹോദരനുണ്ടാകുമെന്ന് ആഗ്രഹിച്ച ആ സഹോദരിക്ക് സ്വന്തം സഹോദരനെ യാത്രയാക്കേണ്ടി വന്നു. താൻ മുലപ്പാൽ കൊടുത്ത് വളർത്തിയ കുഞ്ഞിനെപ്പോലെ സ്നേഹിച്ച് കരുതിയ ആ സഹോദരി, ആ മാതാവിനെ പോലെ സ്നേഹിച്ച സഹോദരി നെഞ്ചുപൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിൻ്റെ ആഴം വാക്കുകൾക്കപ്പുറമാണ്. ഖബറടക്ക സമയത്ത് ചാക്കോ ചാക്കോ എന്ന് പറയുന്ന അന്ധഗായകൻ പാടിയ പാട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. സന്താപമേ സന്താപമേ എന്നും തീരാതെ കണ്ടുള്ള സന്താപമേ, സന്താപമേ സന്താപമേ തീരാതെ കണ്ടുള്ള സന്താപമേ, എൻ്റെ ബാവ മാർ ഗ്രിഗോറിയോസയ്യോ വാനവദേശത്തിലാണ്ടുപോയി. 1730 കാലം ചെയ്ത മാർ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു മെത്രാപ്പൊലീത്ത കോട്ടയം ചെറിയ പള്ളിയിൽ അദ്ദേഹത്തെ ഖബറടക്കിയിട്ടുണ്ട്. 1730 തൊട്ട് 1825 വരെയുള്ള കാലഘട്ടത്തിൽ ആ പുണ്യവാനായ പിതാവിൻ്റെ ഓർമ്മ മലങ്കര സഭയിൽ വളരെ ശക്തമായിട്ട് കൊണ്ടാടിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ നെസ്തോറിയൻ എന്ന് മുദ്രകുത്തി അദ്ദേഹത്തിൻ്റെ ഖബറിടം പൊളിച്ച് അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിന് മുകളിൽ വെച്ച പലകകൾ പോലും ഇളക്കിക്കളഞ്ഞിട്ടുണ്ട്. പിന്നീട് അടുത്ത ഇടയ്ക്ക് വീണ്ടും ഇടവകക്കാർ ആ ഖബറിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും ആ പലക ഉൾപ്പെടെ കണ്ടെത്തി അതിൽ എഴുതിയിരുന്ന പഴയ ലിപിയിൽ എഴുതിയിരുന്ന വാക്കുകൾ വീണ്ടും പുനർജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആ പിതാവിൻ്റെ വേർപാടിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: കാലം ചെയ്തെന്നോ വാങ്ങിപ്പോയെന്നോ ഒന്നുമല്ല, വിശുദ്ധനായ മാർ ഗബ്രിയേൽ പിതാവ് ഈ ലോകത്തിൽ നിന്നും ആ ലോകത്തിലേക്ക്
പോയി. ഈ ലോകത്തിൽ നിന്നും ആ ലോകത്തിലേക്ക് പോയി. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം ഇതാ. അദ്ദേഹം ഒരു കുറഞ്ഞ വർഷം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉപദേശിച്ചിട്ടുള്ളൂ. കുറച്ച് സമയം മാത്രമേ പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് കുടുംബ പ്രശ്നങ്ങളുള്ളവർ, ഇടവക പ്രശ്നങ്ങളുള്ളവർ, സാമൂഹിക പ്രശ്നങ്ങളുള്ളവർ, അവരെയൊക്കെ കണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ഓടി നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെയുള്ള അല്പമായ ലോകത്തിലെ പ്രവർത്തനം മാത്രമല്ല. അതുകൊണ്ട് ജീവിച്ചിരുന്ന പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയേക്കാളും കാലം ചെയ്ത ആ പുണ്യവാനായ പിതാവ് ഒരുപാട് ശക്തനാണ്, ഒരുപാട് ബലവാനാണ്. കാലം ചെയ്തവൻ ജീവിച്ചിരുന്നവനേക്കാൾ ശക്തനാണ്. ഇന്ന് സഭയുടെ എല്ലാ വൈതരണികളിലും ആ പുണ്യവാൻ്റെ അനുസ്മരണം ഒരനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ മറവിലായിരിക്കുവാൻ തക്കവണ്ണം, ആ പുണ്യവാനോട് ചേർന്ന് ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ സഭ അത് വലുതാണ്, ഒരുപാട് പ്രതിസന്ധികൾ മുൻപിലുണ്ട്, വെല്ലുവിളികളുണ്ട്. എങ്കിലും പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് ജന്മം കൊടുത്ത സഭയാണിത്. അദ്ദേഹം ചൊല്ലി പഠിപ്പിച്ച പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഇന്നും നമ്മളൊക്കെ ചെല്ലുന്നത്. കൗമായും സങ്കീർത്തനങ്ങളും വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളും വാക്കുകൾക്കൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില പരിഭാഷകളിൽ മാറ്റം വന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മറ്റൊരു മാറ്റവും വന്നിട്ടില്ല. ആ സെയിം സ്ട്രക്ചർ തന്നെ. അപ്പോൾ ഓർക്കണം പ്രിയമുള്ളവരെ, പുണ്യവാനായ പരിമല തിരുമേനിക്ക് ഇളക്കാത്മീകതയൊന്നുമില്ലാതെ ഈ സഭയുടെ വിശ്വാസവും പാരമ്പര്യവും കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് എത്തുവാൻ സാധിച്ചെങ്കിൽ, അതേ വിശ്വാസം പിന്തുടരുന്ന നമുക്ക് മറ്റൊരു അന്യഭാഷയിലേക്കോ അന്യവിശ്വാസത്തിലേക്കോ ആധുനികയുടെ ഇളക്കത്തിലേക്കോ ഒന്നും പോകാതെ ആ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. നമുക്ക് സംശയമാണ്, ഞാൻ ആത്മീക പൂർണ്ണത പ്രാപിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം, അട്ടഹസിക്കണോ, ഹോഷ്യങ്ങളുണ്ടാക്കണോ, അല്ലെങ്കിൽ സ്വയമായിട്ട് വലിയവനെന്ന് നടിക്കണോ, മറ്റുള്ളവനെ നശിപ്പിച്ചുകൊണ്ട് എൻ്റെ നന്മ ഉയർത്തി കാണിക്കണോ? എൻ്റെ പ്രിയമുള്ളവരെ, തിരുമേനി പഠിപ്പിച്ചിട്ടുള്ള ജീവിതം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനകൾ, ഈ വചനങ്ങൾ, ഈ ധ്യാനങ്ങൾ, ഈ കണ്ണുനീരിൻ്റെ അനുഭവം, ഇതൊക്കെ മാത്രം പിന്തുടർന്നുകൊണ്ട് വിശുദ്ധിയുടെ ഉയരത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് നിങ്ങളെ ആമുഖ വാക്കുകളിലൂടെ ഉറപ്പിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ. ആദ്യ ദിവസത്തെ ആമുഖ ധ്യാന ചിന്തകളോടൊപ്പം അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വേദഭാഗം നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സസ് 4-8. പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത്, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ ഉപമയുടെ അർത്ഥം എന്താണെന്ന് 9 മുതൽ
15 വരെയുള്ള വേദഭാഗത്തിൽ നമ്മുടെ കർത്താവ് തമ്പുരാൻ വ്യക്തമായിട്ട് ഒരു വ്യാഖ്യാനങ്ങൾക്ക് ഇടയില്ലാത്ത രീതിയിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ വേദഭാഗം എൻ്റെയും നിങ്ങളുടെയും ആത്മീക ജീവിതത്തോടും ഭൗതിക ജീവിതത്തോടും ചേർന്നുകൊണ്ട് നിങ്ങളും ഞാനും നേരിടുന്ന ചില വെല്ലുവിളികളോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്പമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഏറ്റവും ഒരു ഗ്രാമീണ്യമായ, ഏറ്റവും ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ആ അനുഭവം വരച്ചു കാണിച്ചുകൊണ്ട് കർത്താവ് ഒരു വലിയ സന്ദേശം നമ്മളുടെ മുൻപിൽ പറയുകയാണ്. ഇന്ന് ആധുനിക കാലത്ത് വചനങ്ങളും മറ്റും പങ്കുവെക്കുമ്പോൾ നാട്ടുമ്പുറത്തെ ഉപമകളൊന്നും നമ്മളിൽ പലർക്കും കിട്ടത്തില്ല. അതിനു പകരം അങ്ങ് അമേരിക്കയിലും അങ്ങ് ദക്ഷിണാഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള അനുഭവങ്ങളും കഥകളുമൊക്കെ നമുക്ക് പലപ്പോഴും പുട്ടിന് പീര പോലെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തെക്കുറിച്ചും വരുവാനുള്ള ലോകത്തെക്കുറിച്ചും ധാരാളം രഹസ്യാത്മക മർമ്മങ്ങൾ സൃഷ്ടിക്കുകയും മർമ്മമായിരിക്കുകയും ചെയ്യുന്ന കർത്താവ് ആ പാലസ്തീനിയായുടെ സാധാരണ മണ്ണിൽ നിന്നുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട്, തൻ്റെ ശിഷ്യന്മാരോട് ചേർന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മർമ്മങ്ങളെക്കുറിച്ച് കർത്താവിന് പറയാൻ തക്കവണ്ണം ദൂതന്മാരെ വിളിച്ചു വരുത്താമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്ത വായിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വാർത്ത വായിക്കുമ്പോൾ അതിനനുബന്ധമായിട്ട് ഒരുപാട് വീഡിയോകൾ കാണിക്കും, പടങ്ങൾ കാണിക്കും. അല്ലെങ്കിൽ ഇന്നൊരു സംഭവം നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഉടനെ അവരുടെ പ്രസംഗം എടുത്ത് കാണിക്കും, അവരുടെ ഇൻ്റർവ്യൂ കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ വാർത്തയ്ക്കും അല്ലെങ്കിൽ ആ പഠനങ്ങൾക്കുമൊക്കെ ഒരുപാട് ആകർഷണീയത കൊടുക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ഞാനുമൊക്കെ ജീവിക്കുന്നത്. കർത്താവിന് വേണമെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം വാങ്ങിപ്പോയവരെ വിളിച്ചു വരുത്താമായിരുന്നു, ദൂതന്മാരെ വിളിച്ചു വരുത്താമായിരുന്നു. താൻ തന്നെ പ്രത്യേക രൂപം പ്രാപിച്ചുകൊണ്ട് ഇന്നതാണെന്ന് പറയാമായിരുന്നു. കർത്താവ് അതൊന്നും പറഞ്ഞില്ല. അവൻ ചെയ്ത് എന്തുവെന്നറിയാമോ? സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് പറയാൻ തക്കവണ്ണം അവനതാ അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവരിൽ ബഹുഭൂരിഭാഗവും ചെയ്യുന്ന ഒരു സാധാരണ കർമ്മം, ആ ഒരു സാധാരണ കർമ്മി എടുത്തുകൊണ്ട് കർത്താവ് പറയുകയാണ്. കർത്താവിന് വലിയ കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ആത്മീകമായ കർമ്മി ഒരു ഭൗതികമായ കർമ്മം ചെയ്യുന്ന ഒരു ചെറിയ കർമ്മിയെ അവിടെ വലിയവനായിട്ട് പറയുകയാണ്. കർത്താവ് ഉപദേശങ്ങൾ പറയുകയാണ്, പക്ഷേ അവിടെ ഉയർത്തി കാണിക്കുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനെ. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് ഒരു വിധക്കാരനാണ്. പറയുന്ന താൻ പോലും ഒരു കർട്ടൻ റലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ കർട്ടൻ റലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മളൊക്കെ ആത്മീകമായിട്ട് ചിന്തിച്ചു കൊള്ളണം പ്രിയമുള്ളവരെ. നമുക്കൊക്കെ നമ്മളെക്കുറിച്ച് നമുക്ക് മാത്രം അറിയാവുന്ന ചില കാര്യമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നമുക്കറിയത്തില്ല, മറ്റുള്ളവർക്കറിയാം. നമ്മളെക്കുറിച്ച് നമുക്കും മറ്റുള്ളവർക്കും അറിയാത്ത ചില തലങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന ചില തലങ്ങളുണ്ട്. കർത്താവ് ഇവിടെ ആലോചിച്ച് നോക്കണം. അവിടെ ആ വിധക്കാരനെ പ്രധാനിയായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. താന് ഉപദേശിക്കുന്ന താന് മാറിയിരിക്കുകയാണ്. അപ്പം ജനങ്ങളുടെ മുൻപിലേക്ക് പറയുക, അതാ വിധക്കാരൻ വിതയ്ക്കാൻ പോകുന്നു. ആ വിധക്കാരൻ്റെ ജീവിതത്തിലെ ചില ആത്മീക അനുഭവത്തിലൂടെ, ചിന്തയിലൂടെ നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ചില കാര്യങ്ങളാണ് നമ്മളുടെ മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, വിതക്കാരൻ വിതപ്പാൻ പോകുമ്പോൾ ചിലത് പാറപ്പുറത്ത് വീണു, പൊതുനിലത്ത് വീണു, മുള്ളിനിടയിൽ വീണു. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യമേ നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. സാധാരണയായിട്ട് വിതക്കാരൻ വിതയ്ക്കാൻ പോകുകയാണെങ്കിൽ അവിടെ ഒരു ഒരുക്കപ്പെട്ട നല്ല നിലം വേണം. അവന് വിത്ത് ചുമന്നുകൊണ്ട് പോകുവാൻ തക്കവണ്ണം നല്ലൊരു പാത്രം വേണം, ഒരു നല്ല കൊട്ട വേണം. പ്രത്യേകിച്ച് ഡൽഹിയിൽ ജനിച്ചു വളർന്ന നിങ്ങളിൽ പലർക്കും, പ്രത്യേകിച്ച് ടൗൺ ഏരിയയിൽ കഴിയുന്ന പലർക്കും കണ്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വിതയ്ക്കുന്ന കർഷകനെക്കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത രീതിയിൽ അതിശക്തമായ കാർഷിക പശ്ചാത്തലമുള്ള നാടാണ്. പ്രത്യേകിച്ച് കർഷക പ്രക്ഷോഭങ്ങൾ അതിശക്തമായിട്ട് ഇന്നും ഇവിടെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർഷകൻ്റെ അധ്വാനം
അവൻ്റെ കഠിനാധ്വാനം, അതൊക്കെ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കർഷകൻ്റെ വിളയ്ക്ക് വില കിട്ടണം, അവൻ്റെ അധ്വാനത്തിന് വില കിട്ടണം, അവൻ ഏറ്റവും മൂല്യമുള്ളവനാണ്, അവൻ്റെ വിയർപ്പിന് വിലയുണ്ട്. അതൊക്കെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഇതാ കർഷകൻ വിതയ്ക്കാൻ പോകുകയാണ്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണയായിട്ട് കർഷകൻ വിതയ്ക്കുക എന്ന് പറയുമ്പോൾ അവന് ഒരു വയലോലയുണ്ട്, അത് ഒരുക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ഒരുക്കിയിട്ട വയലിൽ നിന്നുകൊണ്ട് അതിന് ചുറ്റുപ്പുറത്താണ് അവൻ വിത്ത് വിതയ്ക്കുന്നത്. അവിടെ പാറ എങ്ങനെ വന്നു, അവിടെ മുള്ള എങ്ങനെ വന്നു, അവിടെ പൊതുനിരത്തെങ്ങനെ വന്നു, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. കർത്താവ് പ്രത്യേകമായ രീതിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഉറപ്പിച്ച് ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തോട്, നിങ്ങളുടെ ഹൃദയത്തോട് പറയുകയാണ്. വിതയ്ക്കാൻ പോയ കർഷകൻ്റെ മുൻപിൽ, അവൻ്റെ വിളനിലത്തിന് മുൻപിൽ വന്ന പാറ, വന്ന പൊതുവഴി, വന്ന മുള്ളുകൾ. അവന് കണ്ണില്ലാത്തവനായിരുന്നു, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. നിങ്ങൾ ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മളുടെയൊക്കെ മാതാപിതാക്കന്മാർ, പൂർവികർ, അവർ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായിട്ട് എന്തുമാത്രം പണികളാണ് ചെയ്യുന്നത്. കണ്ടത്തിൽ നിലം ഉഴുന്നുണ്ട്, അത് വൃത്തിയാക്കുന്നുണ്ട്. ഒരു ചെറിയ പോച്ച പോലും, ഒരു ചെറിയ പായൽ പോലും അവിടെ ഉണ്ടെങ്കിൽ അവനത് വിതയ്ക്കത്തില്ല. അതിനെയെല്ലാം മാറ്റിയിട്ടാണ് അവന് വിത്ത് വിതയ്ക്കുന്നത്. ഇവിടുത്തെ വിതക്കാരൻ്റെ മുൻപിൽ ഇതാ ഇത്തരത്തിലുള്ള ആ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് പ്രതികൂലതകൾ മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. സഹോദര സഹോദരി, നിങ്ങളും ഞാനുമൊക്കെ വിതക്കാരാണ്. എനിക്ക് നിങ്ങൾക്കും വിതയ്ക്കാനുള്ള വിത്തുണ്ട്, പാത്രമുണ്ട്. എന്തുകൊണ്ടൊക്കെയോ കാഴ്ച നഷ്ടപ്പെട്ട്, ആത്മീക ശക്തി നഷ്ടപ്പെട്ട്, വിതയ്ക്കുവാൻ പോയപ്പോൾ വിതയ്ക്കുവാനുള്ള തൻ്റെ ദൗത്യം മറന്ന്, എങ്ങനെ വിതയ്ക്കണമെന്ന് മറന്ന്, പാറയെയും പൊതുവഴിയെയും മുള്ളിനെയും തിരിച്ചറിയാൻ പറ്റാതെ വിതയ്ക്കുവാൻ പോയ വിതക്കാരൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് നമുക്കില്ലാത്തത് എന്താണ്? ദൈവം എല്ലാം തന്നിട്ടുണ്ട്. വീട് തന്നിട്ടുണ്ട്, നല്ലൊന്നാന്തരം ഫ്ലാറ്റുകൾ പലർക്കുമുണ്ട്. ആദ്യമായിട്ട് ഈ നാടിൽ വന്നപ്പോൾ പലർക്കും സ്വന്തമായി ഫ്ലാറ്റ് പോട്ട് ഒരു മുറി പോലും ഇല്ലാത്തവരായിട്ട് വന്നതാണ്. സഹായിപ്പാൻ ആരുമില്ലാതെ വന്ന ഒത്തിരി പേരുണ്ട്. ഒരു മുറിയിൽ 6-7 പേര് കഴിഞ്ഞവരുണ്ട്. ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലൊന്നും കയറി വരാൻ പറ്റാതെ, റിസർവേഷൻ ടിക്കറ്റ് പോലും ഇല്ലാതെ ട്രെയിനുകളിൽ കുത്തിപ്പിടിച്ച് പടിയിലിരുന്ന് ടോയ്ലറ്റിൻ്റെ വാതുക്കലിരുന്ന് കഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഉറങ്ങിയവരുണ്ടാകാം, കൊതുകിൻ്റെ കുത്തൊക്കെ ഒത്തിരി കിട്ടിയവരുണ്ടാകാം, സുരക്ഷിതത്വമില്ലാത്ത മേഖലകളിൽ ജോലി ചെയ്തവരുണ്ടാകാം. പക്ഷേ അതിൻ്റെ ഇടയിലും ജീവിക്കണമെന്നുള്ള ഒരു വലിയ ദൗത്യമുണ്ടായിരുന്നു, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എങ്ങനെങ്കിലും ജീവിച്ചേ പറ്റത്തുള്ളൂ. ഒരു മാസത്തെ സാലറി ചിലപ്പോൾ ഒരു പക്ഷേ 5000 രൂപ പോലും കിട്ടിക്കാണത്തില്ല. 2000-3000 കൊണ്ട് അഷ്ടിക്കു വേണ്ടി ബുദ്ധിമുട്ടിയവരുണ്ട്. പക്ഷേ ആ കിട്ടിയ ഓരോ നാണയവും ഏറ്റവും മൂല്യത്തോടുകൂടി സൂക്ഷിച്ചു വെച്ച് നാട്ടിലുള്ളവർക്കും കുടുംബങ്ങൾക്കും വേണ്ടി ചരതിച്ചു വെച്ച ഒരു ചരിത്രമാണ് നിങ്ങളിൽ പലർക്കുമുള്ളത്. പിന്നീട് നിങ്ങൾ ബിസിനസ്സുകാരായിരിക്കാം, നല്ല പണം സമ്പാദിച്ചിട്ടുണ്ടാകാം, പലരിൽ നിന്നും സഹായം നേടിയിട്ടുണ്ടാകാം. ഇവിടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാ: വിതയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി സ്വന്തം നിലം തിരിച്ചറിയുവാനുള്ള ഒരു ആത്മശക്തിയും ആത്മകാഴ്ചയും ഓരോ വ്യക്തിക്കും, ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. ഇന്ന് ആ കാഴ്ച നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും കാണുന്ന ആരോഗ്യമെന്ന് പറയുന്നത്, ആസക്തി എന്ന് പറയുന്നത്, സമ്പത്തെന്ന് പറയുന്നത്, പ്രതാപമെന്ന് പറയുന്നത്, ബന്ധുബലമെന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും വിത്ത് വിതയ്ക്കാനും വളരുവാനുമുള്ള നല്ല വയലോലയല്ല. അതൊരു പക്ഷേ പൊതുവഴിയായിരിക്കാം. നമ്മൾ പറയത്തില്ലേ, ചിലരുടെ വാക്ക് കേട്ടാൽ അത് പെരുവഴിയാണെന്ന് പറയും, ചിലരുടെ പിന്നാലെ പോയാൽ മുൾപ്പടർപ്പിലേക്ക് കടന്നു പോകുമെന്ന് പറയും,
ചിലരുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ചാൽ പാറക്കൂട്ടങ്ങളിൽ അകപ്പെടുമെന്ന് പറയും. വഴിതെറ്റിപ്പോയ ആടിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആട് വഴിതെറ്റിപ്പോയി, കാണാതെ പോയി. അത് മുൾപ്പടർപ്പിലും പാറക്കൂട്ടങ്ങളിലും കുഴിയിലും പോയി വീണിട്ടുണ്ട്. ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ് പ്രിയമുള്ളവരെ. ദൈവം വിതയ്ക്കാൻ വിത്ത് തന്നു വിട്ട ശ്രേഷ്ഠരായ വിതക്കാരാണ് നിങ്ങളും ഞാനുമൊക്കെ. അത് വിതയ്ക്കുന്നതിന് മുൻപ് പ്രാഥമികമായി ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് ഞാൻ എവിടെയാണ് വിതയ്ക്കാൻ പോകുന്നത്. വിതയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി വിതയ്ക്കാനുള്ള വയല് കണ്ടെത്തുന്ന ആത്മീക ശക്തിയാണ് ഇന്നത്തെ കാലത്തിന് ആവശ്യം. നമ്മളൊരു വീട് വയ്ക്കാൻ പോകാമെന്ന് വെച്ചു. ആദ്യം പോയി കുറ്റിയടിച്ച് വീട് വയ്ക്കുകയല്ല നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ സിസ്റ്റമൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. എങ്കിലും നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു കിണർ കുത്താൻ നോക്കും, അതിന് മുൻപായിട്ട് അതിര് തിരിക്കും, ഭൂമി നിരപ്പാക്കും, നല്ലൊരു കിണർ കുത്തും. വസ്തുവൊക്കെ വാങ്ങുന്നതിന് മുമ്പ് മറ്റു ചില കാഴ്ചപ്പാട് നോക്കും. നല്ല അയൽക്കാരാണോ, വഴിയുണ്ടോ, വെള്ളത്തിന് സാധ്യതയുണ്ടോ. പണ്ടൊക്കെ ഉള്ളവർ പറയും, ഒരു വസ്തു വാങ്ങാൻ പോയാൽ അവിടെ ഒരു 5 മൂട് തെങ്ങ് നിപ്പുണ്ട്, നല്ല കായ്ഫലമുള്ള തെങ്ങ, 2 പ്ലാവും 1 മാവും ഒക്കെ നിപ്പുണ്ട്, നല്ലതാണ്, 2 തേക്ക് നിപ്പുണ്ട്, ഒരു ആഞ്ഞിൽ നിപ്പുണ്ട്, തടി കിട്ടും. ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. ഇന്ന് പെട്ടെന്ന് കുറ്റിയടിച്ച് വീട് വയ്ക്കാൻ തക്കവണ്ണം ഓടുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എപ്പോഴും ഓർത്തോണം. വെള്ളം കിട്ടാനുള്ള കിണറുണ്ടോ? അവിടെ വെള്ളത്തിനുള്ള സാധ്യതയുണ്ടോ? അനുകൂലമായ കാലാവസ്ഥയാണോ? ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ? മണ്ണിടിച്ചിലുണ്ടാകുമോ? വെള്ളപ്പൊക്കമുണ്ടാകുമോ? ഇതൊക്കെ ചിന്തിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടെ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. വിതയ്ക്കുന്നതിന് മുൻപ് ആ വിത്തുമായിട്ടൊരു നിമിഷം ധ്യാനത്തോടെ നിന്നാട്ട്. പഴയകാലത്ത് പാടത്തിലിറങ്ങുന്ന കർഷകർ, പിതാക്കന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും അവിടെ നിന്നുകൊണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിത്ത് എൻ്റെ അപ്പനും അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പിള്ളേർക്കും എൻ്റെ മൃഗജാലങ്ങൾക്കുമൊക്കെ ജീവിക്കുവാൻ വേണ്ടിയുള്ള ചില അനുഭവമാണ്. ഇതിനെ നീ പെരുപ്പിച്ച് തരണം. അതൊരു വലിയ പ്രാർത്ഥനയായിരുന്നു. ഒരു വാഴ വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ കൃഷി ഇറക്കിയാൽ, ഒരു യാത്ര പോയാൽ, ഒരു വീട് വെച്ചാൽ, ഇതെല്ലാം തന്നെ പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുലിക്കോട്ടിലെ രണ്ടാമൻ തിരുമേനിയുടെ ഒരു ഡയറി കുറിപ്പുണ്ട്. അദ്ദേഹം 1890കളിൽ കാർത്തികപ്പള്ളി ഇടവക സന്ദർശിച്ചപ്പോൾ എഴുതി വെച്ച ഒരു രേഖയാണ്. അതിലിപ്രകാരമാണ് പറഞ്ഞേക്കുന്നത്: ഈ പ്രദേശത്തൊക്കെ ഉള്ളവർ ദൈവഭക്തരാണെന്നും ദൈവഭയമുള്ളവരാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെയുള്ളവർ ഏത് നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, അവരുടെ പൂർവികരുടെ കല്ലറകളിൽ തിരികത്തിച്ച് ധൂപപ്രാർത്ഥന നടത്തുന്നു, കുരിശടികളിൽ പ്രാർത്ഥനയോടെ വന്ന് ചേരുന്നു. അതായത് തിരുമേനി കുറച്ച് ദിവസം അവിടെ താമസിച്ചപ്പോൾ അവിടെ കണ്ട ചില കാഴ്ചകളാണ്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാന അനുഭവിച്ച് പിതാക്കന്മാരുടെ കല്ലറകളിൽ തിരി കത്തിച്ചു വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഭക്തിയോടുകൂടി പോകുന്നു. ഇവരൊക്കെ ഭക്തരാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയുടെ പിൻഗാമികളാണ് നമ്മൾ. കയ്യിലിരിക്കുന്ന വിത്തിനെ ധ്യാനത്തോടുകൂടി സമർപ്പിക്കാം. ഈ കൃഷിക്കാരൻ എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രാഥമിക പാഠം അതാ. കയ്യിലിരിക്കുന്ന വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് ഞാൻ വിതയ്ക്കാൻ പോകുന്ന പാഠം അതെനിക്ക് വിതയ്ക്കാൻ വേണ്ടിയുള്ളതാണോ? ഈ വാക്ക് കേൾക്കുന്ന സഹോദര, സഹോദരി, നിൻ്റെ മക്കളെ നീ പഠിപ്പിക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പിക്കുന്നുണ്ടായിരിക്കും. വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാകും. വീട് വയ്ക്കാൻ തയ്യാറെടുക്കുന്നുണ്ടാകും. വിവിധങ്ങളായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടാകാം. നിനക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പോകുന്ന വഴി എങ്ങോട്ടാണ്? എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എങ്ങോട്ടാണ് നയിക്കുന്നത്? പഴയകാലത്തെ 5000-ന് പകരം ഇന്ന് 50,000-ഉം 1,00,000-ഉം 2,00,000-ഉം അതിലുപരിയായിട്ടും ശമ്പളങ്ങൾ വാങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ലാഭങ്ങൾ നേടുന്നവരുണ്ട്. ലാഭം നേടി നഷ്ടത്തിലേക്ക് മൂക്കുകുത്തിയവരുണ്ട്. എൻ്റെ സഹോദര, നിന്നെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. വിതയ്ക്കാനുള്ള ആ വിതസ്ഥലം നിനക്ക് അറിയാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കുക. എല്ലാത്തിൻ്റെയും ആധാരവിത്തായിരിക്കുന്നവൻ അവനാണ്. എല്ലാത്തിൻ്റെയും ആധാരകേന്ദ്രം അവനാണ്. അതുകൊണ്ട് ആ ശീമാ നമസ്കാരത്തിൽ പാടുന്നത്,
ഞങ്ങളെ നൽനിലമാക്കണമേ നാഥ നിൻ കൃപയാൽ. തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ വളരണമേ. അതിൻ്റെ ആമുഖ ചിന്തകളിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് അത് ആ വിതക്കാരൻ വിതയ്ക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. അവൻ വിതയ്ക്കുമ്പോൾ അതെങ്ങനെ പാറപ്പുറത്ത് വീണു, എങ്ങനെ മുള്ളിനിടയിൽ വീണു, എങ്ങനെ വഴിയിൽ വീണു. ഒരിക്കലും ഒരു നല്ല കൃഷിക്കാരൻ അവൻ വിതയ്ക്കുമ്പോൾ ആ വിത്തുകൾ ഒരിക്കലും അങ്ങനെ പോകാൻ സാധ്യതയില്ലാത്തതാണ്. അവൻ യഥാർത്ഥമായ വിതസ്ഥലം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കാതെ പോയി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യഥാർത്ഥമായ വിതസ്ഥലം കണ്ടെത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്നെ എവിടെയാണ് ദൈവമേ ഉറപ്പിച്ച് നിർത്തേണ്ടത് എന്നുള്ള കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം. നിൻ്റെ ജീവിതത്തിൽ ഏത് നിരാശയുണ്ടെങ്കിലും ഏത് വേദനയുണ്ടെങ്കിലും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. മറ്റുള്ളവരൊക്കെ കൈവിട്ടെന്ന് വരും, നിനക്ക് വിതയ്ക്കുവാനുള്ള സ്ഥലം ആരെങ്കിലും കവർന്നെടുത്തെന്ന് വരും. എന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ദൈവമേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, രക്ഷപ്പെടാൻ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഹൃദയ കണ്ണുനീരോടുകൂടി നീ ഒന്ന് പ്രാർത്ഥിക്ക്. ദൈവം നിനക്കൊരു മറുപടി തരും. നീ എവിടെയാകണമെന്നല്ല, നീ കണ്ട വിധസ്ഥലത്തേക്കാൾ ഉപരിയായിട്ട് ദൈവം നിനക്ക് മറ്റൊരു സ്ഥലം തരും. നിന്റെ ജീവിതത്തിൽ അനുഭവമല്ല ഇത്. ആഗ്രഹിച്ച എത്രയോ ജോലിയുണ്ടായിരുന്നു, ആഗ്രഹിച്ച എത്രയോ പ്രദേശങ്ങളുണ്ടായിരുന്നു, വിവാഹ ജീവിതമുണ്ടായിരുന്നു, സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിച്ചതുണ്ടായിരുന്നു, പഠിക്കാൻ ആഗ്രഹിച്ച കോഴ്സുണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനൊക്കെയുള്ള സാഹചര്യം നഷ്ടപ്പെട്ടപ്പോൾ പരാജയമാണെന്ന് വിചാരിച്ചെല്ലാം വിട്ടുപോയ സാഹചര്യം ഉണ്ടായിട്ടില്ലേ? പക്ഷേ നിന്റെ വിജയത്തിന് വേണ്ടിയുള്ളത് അതൊന്നുമല്ല എന്ന് ദൈവത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് നീ ആഗ്രഹിച്ച കല്യാണം നിനക്ക് നടക്കാതെ പോയത്. നീ ആഗ്രഹിച്ച സ്ഥലത്ത് നീ വീട് വയ്ക്കാഞ്ഞത്. ചിലപ്പോൾ നിൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയത്. ചിലപ്പോൾ ലാഭത്തിലായിരുന്ന സംഭവങ്ങളൊക്കെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത്. ദൈവം വേറൊരു പണി തരും നിനക്ക്. ഒരുപക്ഷേ എന്തിനാണ് ഈ മുള്ളുകളുടെ ഇടയിൽ കിടന്ന് വളരുന്നത്? എന്തിനാണ് ഈ പാറപ്പുറത്ത് വളരുന്നത്? എന്തിനാണ് മറ്റുള്ളവൻ ചവിട്ടിക്കളയുന്ന പൊതുസ്ഥലത്ത് കിടന്ന് വളരുന്നത്? അങ്ങനെ വളരാനുള്ളവനല്ല നീ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞാനുമൊക്കെ ദൈവത്തിൻ്റെ വിലയേറിയ മുത്തുകളാണ്, ദൈവത്തിൻ്റെ വിലയേറിയ വിത്തുകളാണ്. അതങ്ങനെ പാഴാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രതിസന്ധികളിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നെ. അങ്ങനെ ആത്മശക്തി പ്രാപിച്ച് നിങ്ങൾ ആർക്കു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുണ്ടോ ഓരോരുത്തരെ മുൻപിൽ കൊണ്ടുവരണം, ധ്യാനത്തോട് കൊണ്ടുവരണം. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേര് കൊണ്ടുവരണം. ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ സഹധർമ്മിണി ഇന്നാളെ യഥാസ്ഥാനപ്പെടുത്തണം, രക്ഷപ്പെടാൻ അവൾ തിരുമുഖം പ്രകാശിപ്പിക്കണം. മക്കളെക്കുറിച്ച് നിങ്ങൾ ഓർക്കും, അയ്യോ പഠിച്ചു കഴിഞ്ഞു, ജോലി കിട്ടിയില്ല, ഉത്തരവാദിത്വ ബോധമില്ല. പ്രിയമുള്ളവരെ, നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല, നമ്മളാരും സ്വപ്നം കണ്ടതുപോലൊന്നും അല്ല ദൈവം നമുക്ക് മക്കളെ തന്നത്. ആ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞ് ഇന്നടത്ത് തന്നെ ജനിക്കണമെന്ന് നമ്മൾ പ്രവചിക്കുന്നത് പോലൊന്നുമല്ല. നമ്മൾ ശക്തരും ബലമുള്ളവരും ഒക്കെയാ, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളും ഞാനും എവിടെ ഉരുവാകണം, ഏതമ്മയുടെ ഉദരത്തിൽ വരണം, ഏത് രൂപം കിട്ടണം, അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. സൗന്ദര്യമുള്ള മാതാപിതാക്കൾക്ക് വിരൂപരായ കുഞ്ഞുങ്ങളാണ് ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ വിരൂപരായ മാതാപിതാക്കൾക്ക് അവരുടെ പൂർവ്വ തലമുറയുടെ ഒരു നന്മ പോലെ, ഒരു ജീനിൻ്റെ പ്രവർത്തനം പോലെ സുന്ദരരായ മക്കളെ കിട്ടിയെന്ന് വരാം. ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവത്തോട് ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ദൈവമേ നീ ദാനമായിട്ട് തന്ന എൻ്റെ കുഞ്ഞിനെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം, രക്ഷപ്പെടാൻ നീ തിരുമുഖം പ്രകാശിപ്പിക്കണം. പ്രിയമുള്ളവരെ, അവൻ്റെ തിരുമുഖ ശോഭയിൽ ഉറച്ചു മുൻപോട്ട് പോകുമ്പോൾ ആത്മീയതയുടെ പൂർണ്ണത നിങ്ങൾ ഞാനും അറിയാത്തതായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കും. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി പറഞ്ഞ് വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ ലേനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആദ്യ ഭാഗമായിട്ട് പറഞ്ഞത് വിതക്കാരന് വിതസ്ഥലത്തെക്കുറിച്ച് നഷ്ടപ്പെട്ടു പോയ ചില കാഴ്ചപ്പാടുണ്ടായിരുന്നു. വിതസ്ഥലമാണെന്ന് പറഞ്ഞ് അവൻ വിതച്ച സ്ഥലം വേറെ പലതുമായിരുന്നു. രണ്ടാമതായിട്ട്, എന്തുകൊണ്ടാണ്
വിതക്കാരന് നല്ല സ്ഥലത്ത് വിതയ്ക്കേണ്ട വിത്തിനെ കൊണ്ട് നേരെ കൊണ്ട് വഴിയിലും നേരെ കൊണ്ട് പാറപ്പുറത്തും നേരെ കൊണ്ട് മുള്ളിൻ്റെ ഇടയിലും ഇട്ടത്? മുള്ളിനെ മുള്ളാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി, പാറയെ പാറയാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി, വഴിസ്ഥലം വഴിസ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അതുമാത്രവുമല്ല, അവൻ്റെ മനസ്സിനെ മതിച്ച ഒരുപാട് നൊമ്പരങ്ങളുടെ കെട്ടുപാടുകൾ അവനിലുണ്ട്. വിത്ത് വിതയ്ക്കാനെടുത്തു, വിത്ത് കൊണ്ടുവന്നു, അത് ചുമന്നുകൊണ്ടുവന്നു, അവൻ വിതച്ചുകൊണ്ട് നടക്കുകയാണ്. കർത്താവ് പറഞ്ഞ വാചകമോർത്തോണം, വിതച്ചുകൊണ്ട് നടന്നവൻ. ആ വിതച്ചുകൊണ്ട് നടന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകുകയാണ്. അവൻ്റെ മനസ്സിനെ മതിച്ച നൊമ്പരങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം തയ്യാറാക്കിയാ വന്നത്. കർഷക വേഷത്തിൽ വിതയ്ക്കേണ്ട വിത്തുമായി, വിത്തിനുള്ള പാത്രവുമായി ഒക്കെ വന്നവനാ. എൻ്റെ സഹോദര സഹോദരി, നമുക്കും ഇങ്ങനെ വിതയ്ക്കണമെന്നൊത്തിരി താല്പര്യമുണ്ടല്ലേ? പ്രവർത്തിക്കണമെന്നൊത്തിരി താല്പര്യമുണ്ട്. ഒരുപാട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് സ്ട്രോക്സ് ഉള്ളവരാ നിങ്ങളും ഞാനും ഒക്കെ. പക്ഷേ പലപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ല. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ചെയ്യുന്നതോ തിന്മയത്രയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ എന്തൊക്കെയോ കെട്ടുവട്ടങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. നന്നായിട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നവർ, പക്ഷേ പാടാൻ വരുമ്പോൾ തൊണ്ട ഇടറിപ്പോകുന്നു. നന്നായിട്ട് ഭക്ഷണം വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മ, അവൾ ഭക്ഷണം വെച്ച് വരുമ്പോഴത്തേക്ക് എരി കൂടുന്നു, ഉപ്പ് കൂടുന്നു. കൃത്യമായിട്ട് ജോലി സ്ഥലത്ത് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോലിക്കാരൻ എപ്പം ഇറങ്ങിയാലും താമസിച്ചു പോകുകയാണ്. നല്ല കാര്യമായിട്ട് പൂർത്തീകരിക്കണം, മറ്റുള്ളവരെയൊക്കെ സഹായിക്കണം, അല്പസ്വല്പം മാറ്റിവെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ. പക്ഷെ എന്തുകൊണ്ടോ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. മനസ്സുണ്ട്. ഇവിടെ വിതക്കാരൻ ആഗ്രഹിച്ചത് നല്ല നിലത്ത് തന്നെ ഇടണമെന്ന് തന്നെ വിചാരിച്ചത്. പാറയിലിടാൻ ആഗ്രഹിച്ചില്ല, മുള്ളിൻ്റെ ഇടയിലിടാൻ ആഗ്രഹിച്ചില്ല, വഴി കൊണ്ടിടാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ എന്തൊക്കെയോ ചില സംഗതികൾ അവൻ്റെ കയ്യെ പാറിപ്പിക്കുകയാണ്, അവൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയാണ്, ഏകാന്തതയെ നഷ്ടപ്പെടുത്തുകയാണ്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ഒരുപാട് വ്യാഖ്യാനിക്കുന്നില്ല. ആ വ്യാഖ്യാനങ്ങൾ ഒക്കെ ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് ധ്യാനിച്ച് നോക്കിക്കും. എന്തൊക്കെ പൂർത്തീകരിക്കണം? പ്രിയമുള്ളവരെ, ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കെട്ടുവട്ടങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ചുറ്റും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോട്ട് ഭൗതികമായ രീതിയിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാതെ വന്നാൽ അതിനൊരു ന്യായീകരണമുണ്ട്. പക്ഷേ ആത്മബലത്തോടും ആത്മശക്തിയോടും ചെയ്യുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും എല്ലാ ചുറ്റുപാടും ഉണ്ടായിട്ടും എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പറ്റാതെ വരുന്നത്? അക്കൗണ്ടിൽ പണമുണ്ട്, ഇന്നാളെ ഒന്ന് സഹായിക്കണമെന്ന് ആഗ്രഹിച്ചു, ആ ആഗ്രഹം നടന്നില്ല. അതിനു വെച്ച പണം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഉപയോഗിച്ചു, അത് ചുവടോടെ പറഞ്ഞു പോയി. അല്ലെങ്കിൽ അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പലവിധമായ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ ആർക്കൊക്കെ എതിരെ പ്രവർത്തിച്ചുവോ അവരെയൊക്കെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കളികൾ കളിക്കുന്നവനെ ദൈവം തമ്പുരാൻ വീണ്ടും വീണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടി ഓർക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ. നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കാൻ തോന്നാതിരിക്കുന്നുവെങ്കിൽ, എല്ലാവരെയും സംശയമാണെങ്കിൽ, ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലെങ്കിൽ, ഇവിടെ ഈ വിതക്കാരനെ പോലെ നമ്മുടെ കൈകളും കാലുകളും പതറിക്കൊണ്ടിരിക്കുകയാണ്, എവിടേക്കോ പോകുകയാണ്. നമ്മൾ പലപ്പോഴും പറയത്തില്ലയോ, നമ്മൾ വാക്കുകളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല. നമ്മൾ പലരുടെയും മുൻപിൽ പ്രകടനാത്മകമായിട്ട് പലതും ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് കാണേണ്ടവൻ കാണുന്നില്ല. കാണേണ്ടവൻ കാണാതെയും കേൾക്കേണ്ടവൻ കേൾക്കാതെയും പ്രവർത്തിക്കേണ്ടവൻ പ്രവർത്തിക്കാതെയും നിങ്ങളും ഞാനുമൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും ആ സ്ലീഹന്മാര് രാവോളം
വ്യർത്ഥമായി കഷ്ടപ്പെട്ടതുപോലെ വല വീശിയതുപോലെ നമ്മളും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിധക്കാരൻ്റെയും പ്രശ്നമിത, നമ്മളുടെയും പ്രശ്നമിത. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം, എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ആന്തരിക സൗഖ്യം കിട്ടണം. ക്ഷമിക്കേണ്ട ഒരുപാട് സംഗതികൾ കിടപ്പുണ്ട് കേട്ടോ. മറക്കേണ്ടത് ഒത്തിരി കിടപ്പുണ്ട്. മറ്റുള്ളവരുടെ മേൽ നമ്മൾ ആരോപിച്ചതും ആട്രിബ്യൂട്ട് ചെയ്തതുമായ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ ന്യായമുള്ളവനാകാൻ വേണ്ടി അടിച്ചു തകർക്കപ്പെട്ട ഒരുപാട് ജന്മങ്ങളുണ്ട്. ഈ കണ്ണുനീരുകളൊക്കെ കിടക്കുന്നിടത്തോളം കാലം സഹോദര സഹോദരി, നിങ്ങളോ ഞാനോ എന്ത് ചെയ്താലും ആ എത്തേണ്ടിടത്തൊന്നും എത്തത്തില്ല കേട്ടോ. ചിലപ്പോൾ ബലപ്രയോഗത്തിലൂടെ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റും, അധികാരത്തിലെത്താൻ പറ്റും, ഭൗതിക സന്തോഷം നേടാൻ പറ്റും, ഇളിച്ചു കാണിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇളി അത് പുഞ്ചിരിയാകത്തില്ല. നമ്മുടെ ഇളി ഇളിച്ചിലായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ. കുരങ്ങൻ പല്ലളിച്ച് കാണിക്കുന്നത് പോലെയുള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആലോചിച്ച് നോക്കിക്കൊള്ളണം. മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് ദുഃഖിച്ചിട്ട് നമ്മളെ ചിരിക്കുന്ന ആ ഒരു പൊട്ടിച്ചിരി ഉണ്ടല്ലോ, ഒരു കൊലച്ചിരി ഉണ്ടല്ലോ, ആ ചിരിയൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ കുരങ്ങിൻ്റെ ചിരി പോലെ, പല്ലളി പോലെ ഉള്ളൂ. അങ്ങനെ ലോകം എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയംഗമായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. ദൈവമേ, ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. നിനക്ക് ചെയ്യുന്ന മേഖലയിലൊക്കെ ഈ കേൾക്കുന്നവർ ആരെങ്കിലും ഹൃദയംഗമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, ഭാവിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം. ദൈവസന്നിധിയിലോട്ട് സമർപ്പിച്ച് അത് കണ്ണുനീരൊഴുക്കി നമ്മുടേതായിട്ടുള്ള അനുഭവങ്ങളാകുന്ന വിത്തുകളെ മുളപ്പിക്കുവാൻ വേണ്ടി വെറും വെള്ളം ഒഴിച്ചല്ല വെക്കേണ്ടത്, വെറും വെള്ളത്തിലല്ല കുതിർത്തു വെക്കേണ്ടത്, കണ്ണുനീരിൽ കുതിർത്തു വെക്കണം. നിന്റെ നിക്ഷേപമാകട്ടെ, നിന്റെ ആഗ്രഹങ്ങളാകട്ടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, നിന്റെ സന്താനങ്ങളാകട്ടെ നിന്റെ കണ്ണുനീര് വീഴ്ന്ന് കുതിരണം, ആത്മീകമായ ശക്തി പ്രാപിക്കണം, ആത്മീകമായ അനുഭവം പ്രാപിക്കണം. നമുക്ക് സുപരിചിതമായ വേദചിന്തയിൽ നിന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞു, വിധക്കാരന് വിധസ്ഥലവും പെരുവഴിയും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ പോയൊരു അനുഭവം ഉണ്ടായി. അതിൻ്റെ ആത്മീകവും ഭൗതികവുമായ തലങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചു. രണ്ടാമത് പറഞ്ഞു, വിധക്കാരന് വിതയ്ക്കാൻ ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്തൊക്കെയോ ചില അനുഭവങ്ങൾ അവൻ്റെ കൈകളെ തട്ടിത്തെറിപ്പിക്കുന്നു, അവൻ്റെ പാദങ്ങളെ ശിഥിലമാക്കുന്നു, അവൻ്റെ ശക്തിയെ ബലഹീനമാക്കുന്നു. പ്രമ്യോൻ സദറായിലെ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്കുള്ള പ്രമ്യോൻ സദറായിലെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, ലഘുവും ആനന്ദപ്രദവുമായ നിൻ്റെ നുകത്തിൻ്റെ കീഴെ ഉത്തമവും പ്രസാദവുമായ ബലിയായി ഞാൻ നിനക്കായി തീരുമാറാകണമേ. ലഘുവും ആനന്ദപ്രദവുമായ നുകത്തിൻ്റെ കീഴെ ഉത്തമവും പ്രസാദവുമായ ബലിയായി ഞാൻ നിനക്കായി തീരണം. പരുമല തിരുമേനിയിൽ നിന്ന് കേട്ടുപഠിച്ച കല്ലാശ്ശേരി ബാവ അതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എടോ, നുകത്തിൻ്റെ അടിയിൽപ്പെട്ട് ചാകുന്ന കാള ഭാഗ്യമുള്ളതാണ്. നുകത്തിൻ്റെ അടിയിൽപ്പെട്ട് ചാകുന്ന കാള ഭാഗ്യമുള്ളതാണ്. എപ്പോൾ നുകത്തിൻ്റെ അടിയിൽ നിന്ന് കാളയെ മാറ്റുന്നുവോ അതിൻ്റെ അർത്ഥം അതിനെ അറവക്കാരൻ കൊണ്ടുപോവുകയാണ്, അറവുകാരൻ കൊണ്ടുപോകുകയാണ്. അതിനെ കൊല്ലാനേ പിന്നെ കൊള്ളത്തുള്ളൂ. അതിൽ നിന്ന് മാറ്റുക എന്ന് വെച്ചാൽ അതിന് വിശ്രമം കൊടുക്കാനല്ല, അതിനെ കൊല്ലാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തിരുമേനി പറയുന്ന വ്യാഖ്യാനം, നമ്മളുടെ പ്രാർത്ഥനകളും നോമ്പുകളും ജാഗരണങ്ങളും ദണ്ഡ നമസ്കാരങ്ങളുമൊക്കെ ഇതൊക്കെ വലിയൊരു നുകം പോലെ നമുക്ക് തോന്നും. അയ്യോ, ഇത്ര തവണ കുമ്പിടണം, നൊയമ്പനുഷ്ഠാനമുണ്ട്, നൊയമ്പ് സമയത്ത് കല്യാണം നടത്താൻ പറ്റത്തില്ല, നിയന്ത്രണങ്ങളുണ്ട്, അയ്യോ ഇത് വലിയ നുകമാണ്. പക്ഷേ തിരുമേനി പറഞ്ഞു തന്നത് ഇതൊക്കെ ലഘുവും ആനന്ദപ്രദവുമായിട്ട് നമ്മൾ കാണണം. ഇതിൽ നിന്ന് എപ്പോൾ മാറാൻ നിങ്ങളും ഞാനും ശ്രമിക്കുന്നുവോ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ആത്മീക അനുഭവത്തിൽ നിന്ന്, ആത്മീക വിതയിൽ നിന്ന്, ആത്മീക കൃഷിയുടെ അനുഭവത്തിൽ നിന്ന് മാറാൻ ശ്രമിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളും ഞാനുമൊക്കെ അറിയാതെ സാത്താൻ്റെ കൈകളിൽ ചെന്നുപെടുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുമല്ല, സ്വാതന്ത്ര്യം നാശത്തിന് വേണ്ടി നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് പോകുകയാണ്. ആ ഒരു അനുഭവമല്ല നമുക്കിവിടെ വേണ്ടത്. ഇവിടെ കർഷകന് തടസ്സങ്ങളും ബന്ധനങ്ങളും വന്ന് ചെയ്യുവാനുള്ള പ്രവൃത്തികളൊക്കെ വിപരീതാർത്ഥത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ആ വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഉപമകൾ കർത്താവ് പറഞ്ഞതിൻ്റെ അപ്പുറമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും പറയാനില്ല. അത് ഏറ്റവും ലഘുവാണ്. ഞാനതുകൊണ്ട് അതിൻ്റെ ആ മുള്ളിനിടയിൽ വീണതും പാറപ്പുറത്ത് വീണതും കിളികൾ കൊത്തിക്കൊണ്ട് പോയതും ഒന്നും കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല.
കർത്താവ് പറഞ്ഞതുപോലെ അത് കണ്ണടച്ച് അത് ധ്യാനത്തോട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ കേൾക്കുകയാണ്. ആ കർഷകൻ തിരിച്ചു പോയൊരു സ്ഥാനമുണ്ട്. അവൻ തിരിച്ചു പോയപ്പോൾ അവൻ ചിന്തിച്ച് എന്താണെന്നറിയാമോ? ഞാനെല്ലാം ചെയ്തു. അവൻ വീട്ടിൽ പോയി എന്തായിരിക്കും പറഞ്ഞത്? കൃഷിക്കാരൻ പറഞ്ഞു കാണും, അതാ ഞാൻ വിത്ത് വിതച്ചിട്ടുണ്ട്, പാടം ശരിയാക്കിയിട്ടുണ്ട്, എല്ലാ സംഗതികളും ചെയ്തു. അവൻ്റെ ഉറച്ച വിശ്വാസം അതാ, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിച്ചു, ഇനിയും ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. അത് വിതച്ചത് വീണതുമൊക്കെ എവിടെയാണെന്ന് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ അറിയാം. എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാര്യം ഇതാ. നിങ്ങൾ ഞാനുമൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ വിചാരം പ്രസംഗിച്ചു കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചു, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു. ആഴമോ പരപ്പോ ഒന്നും എനിക്കറിയത്തില്ല. പുരോഹിതനായി ഇത്രയും നാളായി, 13 വർഷമായി എന്നെനിക്ക് വേണേ പറയാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം, ഞാൻ ഈ നാട്ടിൽ വന്നു, കല്യാണം കഴിച്ചു, പിള്ളേരായി, പിള്ളേരെ കെട്ടിച്ചു വിട്ടു, കൊച്ചുമക്കളായി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചു, പാവങ്ങൾക്ക് കൊടുത്തു. പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞിട്ടോ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഇതൊക്കെ വളർന്ന അനുഭവങ്ങളൊന്ന് കാണണം. ഇതെവിടോട്ടാണ് പോയി വീണേക്കെന്നുള്ളത്. കർഷകനും ചിന്തിച്ചത് അത്രയേ ഉള്ളൂ. എൻ്റെ ദൗത്യം ഞാൻ ചെയ്തു, എൻ്റെ പാത്രത്തിലൊന്നുമില്ല കേട്ടോ, ശരിയാ. കർഷകൻ്റെ കൊട്ടയിൽ ഒരു വിത്ത് പോലുമില്ല. അപ്പം അവൻ്റെ ഡ്യൂട്ടി പൂർത്തിയായി. നമ്മളും പലപ്പോഴും അങ്ങനല്ലേ പ്രിയമുള്ളവരെ? അയ്യോ, എൻ്റെ തല നരച്ചു, ഞാൻ പ്രായമായി, ഞാൻ എൻ്റെ സ്വത്തെല്ലാം പിള്ളേർക്ക് വീതം ചെയ്തു കൊടുത്തു, ഞാൻ ആർക്കും ഒരു ബാധ്യതയല്ല, ആർക്കും ഒരു ഭാരമല്ല, ഒരു കടവും എനിക്കില്ല, എൻ്റെ കൈകളൊക്കെ ശൂന്യമാണ്. സത്യമായ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. പിള്ളേർക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു, വീതം ചെയ്തു കൊടുത്തു. നമ്മളെക്കൊണ്ട് എന്താ ചെയ്യാനുള്ളത്? പക്ഷേ പാട്ടുകാരൻ പറഞ്ഞിട്ടുള്ളതുപോലെ, വിതയും കൊയ്ത്തും ഫലശേഖരവും കഴിഞ്ഞയ്യോ ദൈവമേ രക്ഷിക്കപ്പെട്ടില്ല. വിതയും കൊയ്ത്തും ഫലശേഖരവും കഴിഞ്ഞയ്യോ ദൈവമേ രക്ഷിക്കപ്പെട്ടില്ല. കർത്താവിൻ ഭക്തന്മാർ വാഗ്ദത്ത നാടതിൽ എത്തിടുവതിൻ കാലം സമീപമായി. അതെ, വിത കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ജനം രക്ഷിക്കപ്പെട്ടില്ല. നമ്മൾ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. വീതം കൊടുത്ത പിള്ളേരതുകൊണ്ട് മുതലാക്കിയിട്ടുണ്ടോ? പഠിപ്പിച്ചവന് അതുകൊണ്ട് പരിജ്ഞാനം നേടിയിട്ടുണ്ടോ? സ്വർണവും രത്നവും പണവും കൊടുത്തിട്ടും പരസ്പരം തല്ലുകൂടുവല്ലയോ? നിങ്ങൾക്ക് സമാധാനം തരുന്നുണ്ടോ? ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ജീവൻ കൊടുത്ത് വളർത്തിയ, നിങ്ങൾ വിതച്ച് വലുതാക്കിയ തലമുറ എവിടാ നിൽക്കുന്നത്? പഠിപ്പിക്കാൻ വിട്ടു, പഠിക്കാൻ പോകുന്നുണ്ടോ? ഇതൊക്കെ ഒരു സ്വയവിമർശനത്തിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയെ സമർപ്പിക്കുകയാണ്. കൊട്ടകാലിയായെങ്കിലും വിതച്ചെന്നുറപ്പുണ്ടെങ്കിലും പ്രയോജനമില്ലാതെ എന്തൊക്കെയോ ഒരു അനുഭവം. അതുകൊണ്ട് ദൈവത്തോട് നമ്മൾ ചോദിക്കുക, എൻ്റെ ദൈവമേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആ ദാവീദിൻ്റെ സാക്ഷി ആത്മനിറവോടെ നിങ്ങൾ ഞാനും ഉൾക്കൊള്ളണം. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. വിതക്കാരനെ വെച്ചുകൊണ്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, വിതക്കാരന് വിതസ്ഥലവും പൊതുസ്ഥലവും തിരിച്ചറിയാൻ പറ്റാതെ പോയി. രണ്ടാമത് പറഞ്ഞു, വിതയ്ക്കുവാൻ, നല്ല സ്ഥലത്ത് വിതയ്ക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൻ്റെ ആ ആത്മശക്തിയെ തടയുന്ന ചില ഘടകങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായി. മൂന്നാമതായിട്ട് പറഞ്ഞു, വിതച്ചെന്നവൻ ഉറപ്പുണ്ടായിരുന്നു, അവൻ്റെ കൊട്ടകാലിയായി, പക്ഷേ ചെല്ലേണ്ടടുത്തൊന്നും എത്തിയില്ല.
നന്നായിട്ട് കഴിച്ചാലും നന്നായിട്ട് കുടിച്ചാലും ഇതൊന്നും ശരീരത്തിൽ കാണുന്നില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പരിതപിക്കാറില്ലേ? അതേ അനുഭവമാണ്. ദൈവം കൂടുതലായിട്ട് നമ്മളെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദര സഹോദരി, എൻ്റെ വിതസ്ഥലം ദൈവമാകട്ടെ, എൻ്റെ വിത്ത് ദൈവമാകട്ടെ, എൻ്റെ മനസ്സ് അവങ്കൽ ശക്തമാകട്ടെ, എൻ്റെ ബാലൻസും എൻ്റെ കൊട്ടയും എൻ്റെ വട്ടിയും അതിൻ്റെ അനുഭവങ്ങളും തമ്പുരാൻ്റെ കൈകളിലേക്ക് ചെന്ന് വീഴട്ടെ. വെറും കൈയോടെ ഒരു കൊട്ട പോലുമില്ലാതെ, ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് ദൈവം എന്നെ സൃഷ്ടിച്ചു വെച്ചെങ്കിൽ എൻ്റെ കൊട്ടയിൽ ഇത്രത്തോളം നിറച്ച വലിയവനായ ദൈവം അതിനെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ആത്മശക്തിയും ബലവും തരട്ടെ. ആത്മനിറവിൽ നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധനായ പരിമലത്തിരുമേനിയുടെ പ്രാർത്ഥന, മധ്യസ്ഥത അതിന് ഹേതുവാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ദിവസത്തെ വചന ശുശ്രൂഷയ്ക്ക് ദൈവസന്നിധിയിൽ അടിവരയിടുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.